അങ്ങനെ ഫൈനലി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് നടത്തലാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയാണ്. എനിക്കിവിടെ നിന്ന് ഒരു 20 മിനിറ്റ് നടക്കാൻ വേണ്ടിയുള്ളൂ. പക്ഷേ നല്ല തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ബസ്സിലാണ് പോകാറുള്ളത്. ഇന്ന് പിന്നെ ഞാൻ നടക്കാം എന്ന് വിചാരിച്ചു. അധികം താമസിച്ചൊന്നുമില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് 8 മണിയുടെ ഷിഫ്റ്റ് കാണും, ചില ദിവസങ്ങൾ 6 മണി വരെ കാണത്തുള്ളൂ. 8 to 8 കാണും, 8 to 6 മണി വരെയും കാണും. ഈ 6 മണിയുള്ള ദിവസങ്ങളെ മാക്സിമം നടക്കാൻ നോക്കും, കാരണം ബസ്സിൽ കയറി പോവില്ല. ഇന്നലെ 8 മണി വരെ ആയിരുന്നു. അതുകൊണ്ട് കൂടെയുള്ളൊരു കൊളീഗ് എന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് വളരെ നന്നായി. റോഡൊക്കെ നല്ല ഇരുട്ടാണ്, കാരണം ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. തണുപ്പുമുണ്ട് നല്ല പോലെ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇന്ന്, എന്നാലും കുഴപ്പമില്ലാതെ പോയി. ഇവിടെ എത്താനൊരു 10-20 മിനിറ്റ് നടക്കണം ഇവിടെ നിന്ന്. പിന്നെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണും വീടിനടുത്തു നിന്നൊക്കെ ഡ്യൂട്ടിക്ക് പറഞ്ഞവർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായിരിക്കും ഒറ്റയ്ക്ക് നടക്കണേം കാട്ടി. ചിലപ്പോൾ ആരും കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് നടക്കും. മുമ്പ് പിന്നെ വാർഡിൽ വർക്ക് ചെയ്തതിനേക്കാളും ഇപ്പം എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് തിയേറ്ററാണ്. കാരണം കൃത്യസമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. വാർഡിൽ ഡ്യൂട്ടി കഴിഞ്ഞാലും തീരത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ഒരാളും നല്ലതായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് വേക്കൻസിയും റിക്രൂട്ട്മെൻറ്റെല്ലാം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തിയേറ്ററിലോട്ട് മാറ്റി കിട്ടി. അത് വളരെ നന്നായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. വാർഡിൽ എത്ര പണി ചെയ്താലും തീരത്തില്ല ജോലി. അത്രത്തോളം തിരക്കും ടെൻഷനും. നമ്മൾ വീട്ടിൽ ചെന്നാലും ഒരു ടെൻഷനായിരിക്കും. ഇത് ചെയ്ത് തീർന്നോ, അത് ചെയ്ത് തീർന്നോ, കെയർ പ്ലാൻ കംപ്ലീറ്റ് ആണോ, ഡ്രഗ്സൊക്കെ കൊടുത്തോ. ഇതങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് വേണ്ട. ജസ്റ്റ് ഒരു എന്താ പറയുക, കേസിന് പേഷ്യൻ്റ് വരും, കേസ് കഴിയും പോകും. അന്നേരം ഉള്ള ഡോക്യുമെൻറ്റേഷൻ മാത്രം കൃത്യമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇത് മെയിൻ റോഡാണ്. അവിടെ എത്താറായി. അവിടെ നിന്ന് ഇനി കുറച്ചും കൂടി ഉണ്ട് നോക്കാൻ. ബസ് പോണ റൂട്ടാണ്, ബസ് റൂട്ട്. തണുപ്പത്ത് നടക്കുന്നതുകൊണ്ടും നല്ല സ്പീഡിലായതുകൊണ്ടും നല്ല രീതിയിൽ ശ്വാസം കിട്ടുന്നുണ്ട്. നാളെ രാവിലെ വീണ്ടും പോകണം. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതനുസരിച്ച് ഞാനും ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. ബേബി കെയർ ഉള്ളതുകൊണ്ട്. കല്ലൂനി വലുതായാൽ മാത്രമേ ഡ്യൂട്ടികളൊക്കെ അവേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും മാറ്റാനും ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ വെള്ളിയാഴ്ച വരെ ഡ്യൂട്ടിക്ക് പോയാൽ ശനി ഞായർ തിങ്കൾ ഓഫാണ്. ഈ 3 ദിവസം പോകണ്ട. അങ്ങനെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർ അനുഭവിക്കുന്ന കുറേ പീഡനങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സമാധാനത്തോടെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.
ഹോസ്പിറ്റലിൻ്റെയോ വേറെ കാര്യത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഇന്ത്യയിൽ ആരെടുത്തൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. മെയിനായിട്ടും നമ്മുടെ സൂപ്പർവൈസർമാരോടോ ഇൻചാർജുമാരോടോ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൽ ഒട്ടുമിക്ക പേരും അങ്ങനെയാണ്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ആരും വിളിക്കില്ല, എന്ത് ചെയ്തതെന്നോ ഒന്നും. പ്രത്യേകിച്ചും തിയേറ്ററുകളിൽ ഒന്നും ചോദ്യമൊന്നുമില്ല. കേസ് കഴിയുന്നു, നമുക്ക് നേരെ വീട്ടിൽ പോകും, പിറ്റേ ദിവസം വരിക, കേസിനോ ഹാൻഡ് ഓവർ ഒന്നുമില്ല. അത് തന്നെ വളരെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണം. ഈ കാണുന്നൊരു ഗ്രൗണ്ടാണ്. ഇവിടുത്തെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഏകദേശം ഞാൻ വീടെത്താറായി. ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ ഒന്നാമത് സിസേറിയൻ ചെയ്യുന്ന തിയേറ്ററിലാണ്. അത് ഒബ്സ്റ്ററ്റിക് തിയേറ്ററിലും ഗൈനിയിലും കൂടിയാണ്. അപ്പോൾ ചില മിക്ക ദിവസം കുഞ്ഞുങ്ങളെ കാണാം. അതാണ് ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസം ഓരോ സ്റ്റോറി നമുക്ക് കിട്ടും. ഓരോ അസുഖമായിട്ട് വരുന്നവരുണ്ട്. പ്രഗ്നൻസി എല്ലാവർക്കും ഈസി അല്ല, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ചിലർക്ക് ഈസിയായിട്ട് കഴിഞ്ഞു പോകും, ചിലർക്ക് അത്ര ഈസിയായിട്ട് കഴിഞ്ഞു പോകില്ല. ഇത്രയും പ്രശ്നങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥമായിട്ട് കാണുന്നത് തിയേറ്ററിൽ ജോയിൻ ചെയ്തതിന് ശേഷം. ഇനിമേ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, വീടെത്താറായി. ഇനി ഒരു ചായ കുടിച്ച് കല്ലുവിനും ഫുഡൊക്കെ കൊടുക്കുക, ചേട്ടനും കാണും, റെസ്റ്റ് എടുക്കുക, നാളെ വീണ്ടും പോവുക. 4 ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും അത് കഴിയുമ്പോൾ 3 ദിവസം ഓഫാണെന്നുള്ള സന്തോഷമാണ് ഉള്ളത്. ഇത് മാത്രമേ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലുള്ളൂ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ഇനിയൊരു പുതിയ വ്ളോഗിലൂടെ കാണാം.